ഹലോ, നമുക്കിന്നൊരു മൈസൂർ സ്റ്റൈൽ വെജ് ബിരിയാണി കണ്ടാലോ? അതിന് ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണയും കുറച്ചധികം നെയ്യും ഇട്ട് ചൂടാക്കാം. അതിലോട്ട് സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ഇല ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിക്കണം. കസൂരി മേത്തി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത്. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സവാള, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് മൂപ്പിച്ചാൽ മതി. ഇത് മൂത്ത് വരുന്ന സമയത്തിൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ എൻ്റെ അടുത്തുള്ളത് ബീൻസും ക്യാരറ്റും മാത്രമാണ്. സോ അത് രണ്ടും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മുറുക്കട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കാനും കൂടെ ഉണ്ട്. സോ അരപ്പിന് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, തക്കാളിയും പച്ചമുളകും. ഇത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടേ. അപ്പം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വെള്ളം വറ്റിക്കാം. ഈ എണ്ണ തെളിഞ്ഞു വരുന്നൊരു പരുവയില്ല, അവിടം വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അതാണ് സാധാരണ നമ്മൾ വെക്കാറുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ വേണേൽ കുറച്ച് എക്സ്ട്രാ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതും അരിയുടെ പാകത്തിനും വേവിനും അനുസരിച്ച് വേണം ഇത് ചേർക്കാനായിട്ട്. ഈ ചേർത്ത വെള്ളം നമുക്ക് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. സോ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലോട്ട് അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഉപ്പ് നോക്കുക, പാകം നോക്കുക. അതൊന്ന് അടച്ചു വെച്ചിട്ട് 3 വിസിലാണ് വെക്കാറുള്ളത്. 3 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആവിയൊക്കെ പോയി പതുക്കെ നമുക്ക് തുറന്നിട്ട് നോക്കാം. കണ്ടോ, ഒട്ടും ഒട്ടലില്ല, എല്ലാം പാകത്തിനുള്ള ടേസ്റ്റാണ്. എരിവാണെങ്കിലും ഉപ്പാണെങ്കിലും എല്ലാം പാകത്തിനാണ്. ഒന്നും ഒത്തിരി ഹെവി ആയിട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്തിട്ടില്ല. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ആൻഡ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. സോ പ്ലീസ് ഡു ട്രൈ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.